ഹായ് ഫ്രണ്ട്സ്, ഷിങ്കാൻമിയുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാ തയ്യാറാക്കുക എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബസുമതി റൈസ് ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും റൈസ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അരി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 എഗ് ആണ് കേട്ടോ ഇതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ക്യാപ്സിക്കം 3 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഇതും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ ബീൻസ്, പിന്നെ പകുതി ഒരു സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ, അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൽ മെയിൻ ഒരു ഐറ്റം ആണ് കേട്ടോ സ്പ്രിംഗ് ഓനിയൻ. പിന്നെ ക്യാരറ്റ്, ഇതൊക്കെ കൂടി നമുക്കിവിടെ കട്ട് ചെയ്ത് വെക്കാം. ഇനി എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ചിട്ട് എഗ്ഗും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് വേവിച്ച് നല്ലവണ്ണം ഒന്ന് ഇതിനെ കുത്തിപ്പൊരിച്ചെടുക്കാന്ന് പറയില്ലേ, അതേപോലെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ്, ബീൻസ്, സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ക്യാബേജ്, അതിനുശേഷം 3 ടൈപ്പ് ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്നും നല്ല രീതിയിലൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കടിക്കുന്ന ഒരു പരുവെന്ന് പറയില്ലേ, അതേപോലെ ഒന്ന് വെന്താൽ മതി. ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ റൈസ് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ റൈസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ താഴെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി പഞ്ചസാര ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. കാരണം എല്ലാ വെജിറ്റബിൾസ് ഇതിലൊന്നും മിക്സ് ആയിട്ട് വരണം. അപ്പം അതൊക്കെ കൂടി ആകുമ്പോഴാണ് ഫ്രൈഡ് റൈസിന് ആ ടേസ്റ്റ് കൂടുക. അങ്ങനെ ദേ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് തോന്നൂലേ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ ഒരു തോന്നുന്ന സമയത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പം ഇതിൻ്റെ ടേസ്റ്റും വളരെ സൂപ്പർ തന്നെയാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.